ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇസാൻസ് വേൾഡ്. ഇന്നൊരു ചെറിയ വീഡിയോയാണ്. നമ്മളെല്ലാവരും പണ്ട് മുതലേ ചെയ്തു വരുന്ന ഒരു കാര്യമാണ് ജനിച്ച് വീട്ടിലെത്തുന്ന കുഞ്ഞുങ്ങൾക്ക് തൊട്ട് കണ്ണെഴുതുന്നത്. കണ്ണെഴുതിയാൽ കുഞ്ഞുങ്ങളെ കാണാൻ നല്ല ഭംഗിയാണ്. കണ്ണെഴുതിയാൽ കുഞ്ഞുങ്ങൾക്ക് കണ്ണ് കിട്ടില്ല. കണ്ണെഴുതിയാൽ കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തി കൂടും, കണ്ണിന് ഷേപ്പ് വരും എന്നൊക്കെയാണ് എല്ലാവരുടെയും വിശ്വാസം. അല്ലെങ്കിൽ പണ്ട് മുതലേ ഉള്ളൊരു കേട്ടുകേഴ്വിയാണ് ഇത്. പക്ഷേ ഇതെല്ലാം ശരിയാണോ? ഒരു ന്യൂ ബോണിനോ അല്ലെങ്കിൽ ഒരു കുഞ്ഞിനും കാജൽ യൂസ് ചെയ്യരുതെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. നമ്മൾ കുഞ്ഞിന് രോഗം വന്നാൽ ഡോക്ടേഴ്സിൻ്റെ അടുത്താണ് കൊണ്ടുപോകാറുള്ളത്. അവർ പറയുന്നത് പോലെ ചെയ്യുകയും ചെയ്യും. ഈ കാര്യത്തിലും അവരുടെ അഭിപ്രായം ഒന്ന് ചോദിച്ചു നോക്കൂ. ഞാനും വാവയ്ക്ക് ഫസ്റ്റ് 2 months കാജൽ ഉപയോഗിക്കുമായിരുന്നു. ഒരു ദിവസം പീഡിയാട്രീഷ്യൻ്റെ അടുത്ത് കൊണ്ടുപോയപ്പോൾ കാജൽ യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം എന്താണെന്നറിയാൻ ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തു. അപ്പോഴാണ് ഡോക്ടേഴ്സ് അങ്ങനെ പറയുന്നതിൻ്റെ ലോജിക്കൽ റീസൺസ് മനസ്സിലായത്. നോ എവിഡൻസ് ഓൺ ഇറ്റ്സ് ബെനിഫിറ്റ്സ് ടു ബേബീസ്. ഇതാണ് ഒന്നാമത്തെ കാരണം. പണ്ടുള്ളവർ പറയും പോലെ കുഞ്ഞിൻ്റെ കണ്ണ് വലുതാവും, ബ്രൈറ്റ് ആവും, ഡേർട്ട് കിടക്കില്ല എന്നതിനൊക്കെ ഒരു എവിഡൻസും മെഡിക്കൽ സയൻസിലില്ല. ഇതാണല്ലോ കൂടുതൽ പേരും ഉപയോഗിക്കുന്നതിൻ്റെ കാരണവും. ലെഡ് കണ്ടൻസ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന മജോറിറ്റി കാജൽസിലും ഹൈ ലെഡ് കണ്ടന്റ് ഉണ്ട്. അത് മനുഷ്യ ശരീരത്തിന് അപകടകരമായ ഒരു വസ്തുവാണ്. ഇത് ശരീരത്തിൽ അധിക നേരം ഇരുന്നാൽ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ, അത് ഓർഗൻസിനെയും ബ്രെയിൻ, ബോൺമാരോയിലൊക്കെ അഫക്റ്റ് ചെയ്യുകയും ലോ IQ, അനീമിയ, അങ്ങനെ മറ്റു പല രോഗങ്ങൾക്കും കാരണമാകും. ഇതുകൊണ്ടാണ് കൺമഷി ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. തേർഡ് റീസൺ, ആപ്ലിക്കേഷൻ ഓഫ് കാജൽ വിത്ത് ഫിംഗേഴ്സ് ഈസ് ഹാംഫുൾ ഫോർ ബേബീസ്. കോമൺ ആയിട്ടും കുഞ്ഞുങ്ങളുടെ കണ്ണിൽ കൈവിരൽ ഉപയോഗിച്ചാണ് കണ്ണെഴുതാറുള്ളത്, അല്ലേ? ആ സമയത്ത് നമ്മുടെ കൈ ഹൈജീനിക് ആണെന്ന് ഉറപ്പുവരുത്താറുണ്ടോ? അങ്ങനെ ഹൈജീനിക് അല്ല എങ്കിൽ വിരലുകളിൽ നിന്ന് ജെംസ്, ബാക്ടീരിയയൊക്കെ കുട്ടിയുടെ കണ്ണിൽ പടരുകയും ഇൻഫെക്ഷൻസ് ഉണ്ടാവുകയും ചെയ്യും. മാത്രമല്ല കുഞ്ഞുങ്ങളുടെ കണ്ണുകൾ വളരെ സെൻസിറ്റീവ് ആണ്. നിങ്ങളുടെ വിരലിലെ നഖം കുട്ടിയുടെ കണ്ണിൽ കൊള്ളാനും അതുവഴി ഇൻഫെക്ഷൻസ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. കുട്ടിയുടെ കണ്ണിനും അപകടകരമാണ് ഇത്. ഫോർത്ത് റീസൺ ആണ് എനിക്ക് ഏറ്റവും പേടി തോന്നിയതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയതും. കുട്ടിയെ കുളിപ്പിക്കുന്ന ടൈമിൽ കൺമഷി വെള്ളവുമായി മിക്സ് ആവുകയും കണ്ണിൻ്റെ കോണിലൂടെ മൂക്കിലേക്ക് ഇറങ്ങി കുട്ടിയുടെ കണ്ണിൻ്റെയും മൂക്കിൻ്റെയും ഇടയിലുള്ള ഓപ്പണിങ്ങും ടിയർ ഡക്സും ബ്ലോക്കായി ഒരുപാട് ഇൻഫെക്ഷൻസിന് കാരണമാകും. ഞാൻ സെക്കൻഡ് പറഞ്ഞ റീസൺ, പുറത്തുനിന്ന് വാങ്ങുന്ന കൺമഷിയിൽ ലെഡ് ഉണ്ടെന്ന് പറഞ്ഞത്, വീട്ടിൽ തന്നെ കൺമഷി ഉണ്ടാക്കി പരിഹരിക്കാം. പക്ഷേ ഈ റീസൺ ഏത് കൺമഷി ഉപയോഗിച്ചാലും ഉണ്ടാവുന്നതാണ്. അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് കുട്ടിക്ക് കൺമഷി ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. ഫിഫ്ത്ത് റീസൺ എന്താണെന്ന് വെച്ചാൽ, കൺമഷിയുടെ ഉപയോഗം കുട്ടികളിൽ വാട്ടറി ഐസ്, ഇറിറ്റേഷൻ, ഇച്ചിനെസ് ഒക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ പല അലർജികൾ. വേഴ്സ്റ്റ് കേസുകളിൽ കുട്ടിയുടെ വിഷന് തന്നെ അപകടകരമാണ്. കണ്ണിനുള്ളിൽ അധികമായി സ്ഥിരം കൺമഷി എഴുതുന്നത് പ്യൂപ്പിൾ ഡയലേറ്റ് ആവുകയും ഗ്ലോക്കോമ എന്ന കണ്ടീഷനും സാധ്യതയുണ്ട്. കൂടാതെ ഡാമേജ് കോർണിയ, ബ്ലോക്സ് ടിയർ ഡക്സ്, സിസ്റ്റ് ഫോർമേഷൻ, ഐ ഇൻഫ്ലമേഷൻ ഇവയൊക്കെ കണ്ണിനുള്ളിൽ സ്ഥിരം കൺമഷി എഴുതിയാൽ ഉണ്ടാവുന്ന പ്രോബ്ലംസ് ആണ്. കുഞ്ഞുങ്ങളുടെ എല്ലാ അവയവങ്ങളും വളരെ സെൻസിറ്റീവാണ്, അതുപോലെ തന്നെ കണ്ണുകളും. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ, ഞാനും ഉപയോഗിക്കുമായിരുന്നു. പക്ഷേ ഡോക്ടർ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞതിന് ശേഷം അതിൻ്റെ കാരണങ്ങളൊക്കെ മനസ്സിലായപ്പോൾ ഉപയോഗിക്കുന്നത് നിർത്തി. നമ്മളെല്ലാം ഓരോ ട്രഡീഷൻസും ബിലീഫ്സും ഒക്കെ അനുസരിച്ച് ജീവിക്കുന്നവരാണല്ലോ. സോ ഒരുപാട് എതിർപ്പുകളൊക്കെ ഉണ്ടായി. കുറച്ചുനാൾ അവരുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി കുട്ടിയുടെ പുരികം മാത്രം എഴുതി. ഗ്രാജ്വലി അതും നിർത്തി. നമുക്ക് എന്തിനേക്കാളും വലുത് നമ്മുടെ കുട്ടിയാണല്ലോ. സോ കൺമഷി കുട്ടിക്ക് കണ്ണിൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ കൊമേഴ്സ്യൽ കാജൽ ആണെങ്കിൽ സ്കിന്നിൽ അത് കൂടുതൽ നേരം ഇരുത്താതിരിക്കുന്നതാണ് നല്ലത്. ഒരച്ഛൻ അല്ലെങ്കിൽ അമ്മ എന്ന നിലക്ക് നമ്മുടെ കുട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നമ്മുടെ കടമയാണല്ലോ. ഇനി ഉപയോഗിക്കുന്നതിന് മുമ്പ് നിങ്ങൾ സ്ഥിരമായി കാണുന്ന ഡോക്ടറുടെ ഒപ്പീനിയൻ കൂടി ചോദിച്ചു നോക്കൂ. ട്രഡീഷൻസും കസ്റ്റംസും ഒക്കെ അനുസരിച്ച് ജീവിക്കുന്നത് നല്ലതാണ്. പക്ഷെ അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേദനിക്കാതെ, അവർക്ക് ഹാം ആവാത്ത രീതിയിലാവണമെന്ന് മാത്രം. നിങ്ങൾക്ക് കാസ്റ്റർ ഓയിൽ ഉപയോഗിച്ച് വീട്ടിൽ തന്നെ കൺമഷി ഉണ്ടാക്കാം. പക്ഷെ കണ്ണിനുള്ളിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. ഹൈജീനിക്കായ രീതിയിൽ പുറമെ കൂടി എഴുതാം. ഹോം മെയ്ഡ് കാജൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയേണ്ടതുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക.
സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിയാൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ, ടേക്ക് കെയർ.